ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പപ്പയുടെ പുതിയ വീഡിയോ തോന്നാം. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പപ്പ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളും ഇല്ല. പക്ഷേ പിള്ളേർക്ക് ഞാൻ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനം ഉണ്ട്. എന്താ കൈമ കെട്ടാനായിട്ട് ഒരു കൊന്ത എല്ലാവർക്കും കെട്ടിയേക്കാണ്. കാരണം നമ്മൾ ഇന്ന് ബർത്ത്ഡേ ഭാഗമായിട്ട് ഇതാ എൻ്റെ കൈമ കെട്ടിയിട്ടുണ്ട്, പിള്ളേരെ കൈമെല്ലാം കെട്ടിയിട്ടുണ്ട്. അതെ, പിള്ളേരെ കൈമെല്ലാം കെട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കുള്ള കൊന്ത ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ യു കെ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയുടെ കൊന്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആഘോഷം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാനുള്ളത്. കാരണം ഓക്കെ, ഷോൺജാൻ്റെ ബർത്ത്ഡേക്ക് കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബർത്ത്ഡേക്ക് ആരും വിളിക്കുന്നില്ല, പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല. ഞങ്ങൾ കേക്ക് പോലും മുറിക്കുന്നില്ല. കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് കൂട്ടുകാരെ വിളിക്കും. ഞങ്ങൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആവാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടുകാർ ബർത്ത്ഡേ കഴിഞ്ഞു. പക്ഷേ ആ ബർത്ത്ഡേ അല്ല ഞങ്ങൾ ആഘോഷിക്കുന്നത്. കൊച്ചിൻ്റെ ഇനി വരുന്ന ബർത്ത്ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് ബർത്ത്ഡേ എന്നും ആരോടൊക്കെ നന്ദി പറയണം എന്നുള്ളതാണ് നമ്മൾ ബർത്ത്ഡേയിൽ പറയാൻ പോകുന്നത്. ബർത്ത്ഡേ ആയിട്ട് ആർക്ക് നന്ദി പറയണം? ഈശോയ്ക്ക് നന്ദി പറയണം ബർത്ത്ഡേ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ജന്മം തന്ന മാതാപിതാക്കൾക്കാണ്. നമ്മൾ കുറേ പൈസ മുടക്കി ബർത്ത്ഡേ ആഘോഷമുണ്ടോ? ബർത്ത്ഡേ ആഘോഷങ്ങൾക്ക് നമ്മളുടെ ചെറുപ്പകാലത്ത് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ എന്ന് ജന്മം നൽകിയവർ ഒരുപാട് ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കാരണം എന്തുകൊണ്ടാണ്? അത് നമ്മുടെ കുഞ്ഞു സമയങ്ങളിൽ നമുക്ക് അറിവില്ലായ്മ, അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ പണമില്ലാത്ത സാഹചര്യങ്ങൾ ഒക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറിവ് വെച്ച് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബർത്ത്ഡേ സമയത്ത് നമ്മൾ ആരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചത്, ഇപ്പോൾ എൻ്റെ 44-ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന 44 വയസ്സായി, 45ലേക്ക് കിടക്കുന്നു. 45ലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് കൊച്ചങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി കുർബാനയ്ക്കുള്ള പൈസ കൊടുത്ത് കുർബാന ചെല്ലിക്കുന്നുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് ചെല്ലിക്കുന്നതാണ്. പക്ഷേ ജന്മം നൽകിയ മാതാപിതാക്കളും ദൈവത്തിനും നമ്മൾ നന്ദി പറയണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുക, അല്ലെങ്കിൽ ബർത്ത്ഡേ സന്തോഷം പകരുക എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുകൂടാതെ ദൈവവിശ്വാസം എന്നത് നമുക്ക് അത്യാവശ്യമായ കാലഘട്ടമാണ്. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൈമ നോമ്പായതുകൊണ്ട് മാത്രമല്ല, കൈമ ഒരു കൊന്ത കെട്ടിക്കൊടുത്ത് ഈ കൊന്ത കൈമ എപ്പോഴും ഇട്ടുകൊണ്ട് നടക്കണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപമാല എത്തിക്കാം, അതായത് രഹസ്യങ്ങൾ എത്തിക്കാം. അതുപോലെ തന്നെ കയ്യിൽ ഇതുണ്ടാവുമ്പോൾ ഈശോയുടെ കുരിശും ഇതുമുണ്ട് ഇല്ലേ? കുരിശൊക്കെ ഉണ്ട്. കുരിശ്, ഇതാണ് കുരിശ്, കണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയുടെ ചിലവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് വെഞ്ചരിച്ച ഇതാണ്, കൊന്തയാണ് നമ്മൾ കൈമ കെട്ടിയിരിക്കുന്നത്. മക്കളുടെ 3 ആളുടെയും എൻ്റെ കൈമയും കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഭാര്യയ്ക്കുള്ളത്, വൈഫിനുള്ളത്, അമ്മയ്ക്കുള്ളത് ഞങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അത് കൊടുക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ അമ്മ ഇപ്പോൾ എവിടെയാണ്? അമ്മ യു കെക്ക് കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ട്. അമ്മ ലണ്ടനിലാണ്. 17 ദിവസമായി. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അമ്മയുടെ അടുത്ത് പോയി ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനും അവിടെ ജോലി ചെയ്യാനും പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ ഞങ്ങൾക്ക് അതൊക്കെ നടത്തി തരും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അതെ, ഈശോ കാരണമാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. അപ്പം നമ്മൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ, അതെല്ലാവർക്കും അറിയാം, ഈശോയെ എനിക്ക് ജന്മം നൽകിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോ എന്നെ അനുഗ്രഹിച്ചതിന്, എൻ്റെ മാതാപിതാക്കളിലൂടെ ഈശോ എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ ഭൂമിയിലേക്ക് എടുത്തതിന്, ദുഃഖവും സന്തോഷവും നിറഞ്ഞ സാഹചര്യങ്ങളോട് ജീവിച്ചതിന്, എല്ലാം ജീവിച്ചാലും ഇത്രയും നാളും ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും
എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ 44 വർഷം ഈശോ ഞങ്ങളെ വഴി നടത്തിയതിന്, ഞങ്ങളെ സംരക്ഷിച്ചതിന് ഈശോയ്ക്ക് നന്ദി. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ആത്മാക്കൾക്കും പ്രാർത്ഥനയോട് ഓർക്കുന്നു, നന്ദി പറയുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയിൽ ഞാൻ ഈ പറയാനുള്ളത്, എനിക്ക് തന്നെ ഞാൻ വിഷ് യു ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നിലേക്ക് നിന്നുകൊണ്ട് ഞാൻ ചിന്തിക്കുമ്പോഴാണ് എനിക്കുള്ള ഉയർച്ചയും താഴ്ചയും മനസ്സിലാവുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്തെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ ജീവിക്കാൻ. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ എന്താണ്, എനിക്കാണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നതെങ്കിൽ, അതായത് മറ്റൊരാൾക്ക് സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്നെ അധികം ആളുകൾ പരിചയപ്പെടുന്ന ആളുകൾ, പരിചയപ്പെട്ടവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. എന്നെ പരിചയപ്പെടാതെ പോകുന്ന ആളുകൾ, ഒരുപാട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഭയങ്കര ഗൗരവക്കാരനാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡോ മനുഷ്യൻ, അതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ അങ്ങനെ പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത്. അതിനുശേഷം പരിചയപ്പെടുകയും അതിന് ശേഷം എന്നോട് ഇടപഴകുകയും എൻ്റെ അടുത്ത് സഹകരിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളത്. അത് ഒരു പ്രത്യേക ക്യാരക്ടർ ബേസാണ് ഞാൻ. പക്ഷേ പരിചയപ്പെടാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് ഒന്ന് മിണ്ടി പരിചയപ്പെടാൻ തുടങ്ങിയാൽ നമ്മളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവുകയും നമ്മുടെ സ്വഭാവം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്നെ പരിചയപ്പെട്ടവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. പരിചയപ്പെടാത്തവർക്ക് ഉള്ളിലുള്ള ചിന്ത ചിലർക്കുണ്ട്, അധികം ആളുകളല്ല, ചിലർക്കുണ്ട്. ഇതെന്താ, ഭയങ്കര ഒരു ജാടയാണോ, അല്ലെങ്കിൽ ഭയങ്കര എന്താണ് സ്വഭാവം. കാരണം എൻ്റെ മുഖത്ത് ചെറിയ ഗൗരവ ഭാവമൊക്കെ ഉണ്ട്. കാരണം ഞാൻ പോകുമ്പോൾ എപ്പോഴും എല്ലാവരുടെ അടുത്തും പോയി അങ്ങനെ കമ്പനി കൂടുകയോ അല്ലെങ്കിൽ ഒരുപാട് രീതിയിലുള്ള ഇതായിട്ട് പോകുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എൻ്റെ ഇതിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പല ക്യാരക്ടർ ബേസ് ആയിരിക്കും. പിന്നെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളത് കൊണ്ട് ജോലിക്കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും ഈ പറഞ്ഞ മാതിരി ഒരുപാട് കാര്യങ്ങളിലൊക്കെ പല സംഘടനകളിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എല്ലാവരോടും ഇത് ചെയ്യാൻ, മിണ്ടാതെ പറയാതെ നിൽക്കാൻ സമയം കിട്ടാറില്ല. പക്ഷേ എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇടവഴി പോകുന്നത്. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും കമ്പനിയാണ്, എല്ലാവരോടും സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ എല്ലാവരോടും എനിക്ക് പരിചയപ്പെടാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പരിചയപ്പെട്ടാലും ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ്, ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എൻ്റെ 44ാമത്തെ ബർത്ത്ഡേ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ നമ്മൾ നന്ദി പറയുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് അറിയില്ല. ഇനിവേ എന്തായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാടുള്ളത് എൻ്റെ മാതാപിതാക്കളോടും, ജന്മം തന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സ്നേഹം പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് ജന്മം നൽകാനായി എൻ്റെ ദൈവം നിയോഗിച്ച മാതാപിതാക്കൾ. അപ്പോൾ ദൈവത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യയ്ക്കും, എൻ്റെ മക്കൾക്കും, എൻ്റെ ബന്ധുമിത്രാദികൾക്കും, എൻ്റെ നാട്ടുകാർക്കും, എന്നെ സഹകരിക്കുന്ന എല്ലാവർക്കും, ഞാൻ അറിയാവുന്ന എല്ലാവർക്കും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് ഓക്കെ, ടാറ്റ. എല്ലാവരും പ്രാർത്ഥന ഓർക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു. ഹായ്. അപ്പോൾ ബർത്ത്ഡേ ആണ്, കേക്ക് മുറി കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചതാണ്. ഇത് ഇവിടെ ഇവരൊപ്പിച്ച പണിയാണ്. ഇതൊരു കുഞ്ഞി കേക്ക്, ഷോൾമും കേക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പിള്ളേരും സഹായത്തിന് നിൽക്കുന്ന ആ കുട്ടിയും കൂടി ഉണ്ടാക്കിയൊരു കേക്കാണ്. കേക്കല്ല, ഒരു കുഞ്ഞൊരു കേക്കിന്റെ മുകളിൽ തന്നെ സാധനം നല്ല ഭംഗിയായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മിനോഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ എം വെറൈറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എം വെറൈറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും താഴെ വെറൈറ്റി എന്ന് പറഞ്ഞൊരു പൂക്കളെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കേക്കല്ല, ഇതെന്തോ ഒരു മധുരമാണ്, എനിക്കറിയില്ല എന്താന്നുള്ളത്. അപ്പൊ ഇത് ഒന്ന് മുറിക്കാൻ പോവാണ്. ഇത് എന്തോ ഒരു സംഭവമാണ്. എന്തായാലും യൂട്യൂബിലൊക്കെ ഉണ്ടാക്കിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു, അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാൻ സാറെ കുടിച്ച് കൊടുക്കാം. ഇച്ചിരി കടിച്ചില്ല. അയ്യോ, വായിൽ ചോക്കട. മതി
നോട്ടെ എന്താ ടേസ്റ്റ് എന്നുള്ളത്. ഷുമനെ അപ്പൊ ഞാൻ കഴിച്ചോട്ടേട്ടാ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. റവേന്റെ ടേസ്റ്റ് അല്ലേ? മൈദ എന്തോ റവേന്റെ എന്തോ ടേസ്റ്റ്. അതെയോ? അതെനിക്ക് പിടിച്ച സംഭവം നന്നായിട്ടാ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീമും ഇതുകൂടി വന്നപ്പോ സംഭവം ഇതെന്താന്നുള്ളത് മൈദ സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടാ. ഇത് നമ്മുടെ ഇവിടെ സഹായത്തിൽ നിൽക്കുന്ന കുട്ടിയുടെ ഒരു കൂട്ടാനുണ്ട്. എന്താ കൂട്ടാണ് ഉണ്ടാക്കുന്നത്? പക്ഷെ ഒരു കേക്കിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ മധുരം ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. ഇത് മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോ ഇത് ഇവിടെ പാലിന്റെ ഒരുപാട് ഗീ എടുത്ത് വെക്കുന്നുണ്ട്. ഞങ്ങള് എടുക്കാറുണ്ട്. ഡെയിലി പാലിൽ നിന്ന് ഗീ എടുക്കുന്നുണ്ട്, നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പൊ ആ നെയ്യ് കൂട്ടി മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞത്. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടാം. പക്ഷെ ഇതുകൊണ്ട് ഇത്രയും രസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. നല്ല നല്ല രസമുണ്ട്. ഇതിന് നല്ല അടിപൊളി. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം എന്നോട് കേക്ക് മേടിക്കുന്ന ഇവിടെ രാവിലെ പറഞ്ഞു. അപ്പൊ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല മേടിക്കാനായിട്ട്. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ താങ്ക്സ്. അപ്പൊ നന്നായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ. ഉച്ചയ്ക്ക് ഇതേമാതിരി തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഫുഡുകളായിരുന്നു. അതായത് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മള് നല്ല ബ്രാല് വലിയ ബ്രാല് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. അത് വറുത്തുണ്ടായിരുന്നു. മീൻകറി, അതേമാതിരി തന്നെ മീനിന്റെ ഇതുണ്ടായിരുന്നു. മീൻകറി ഉണ്ടായിരുന്നു. അതായത് കട്ട്ലയുടെ മീൻകറി ഉണ്ടായിരുന്നു. സലാഡ് ഉണ്ടായിരുന്നു. സാധാ ചോറായിരുന്നു. പക്ഷെ നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബർത്ത്ഡേ ഫുഡ്. ഞാനൊന്നും അറിയാതെ ഉണ്ടാക്കിയത്. കാരണം മീനൊക്കെ ഇതൊക്കെ സ്റ്റോപ്പ് ഉള്ളതാണ്. പക്ഷെ അതൊക്കെ എടുത്ത് ഉണ്ടാക്കി നല്ല പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഇതും സ്പെഷ്യലാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പുഡിംഗ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രീം പുഡിംഗ്. അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. സംഭവം അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ. ഓക്കെ.